നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC ബാഴ്സലോണയെ അത്ലറ്റിക്കോ മാഡ്രിഡ് അഗ്രിഗേറ്റ് 3-2 ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുത്തുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗോൾ വല കാത്തുകൊണ്ട് അർജന്റീൻ താരം യുവാൻ മുസ്സോ മിന്നും പ്രകടനമാണ് നടത്തിയത്. മുസ്സോയുടെ കാര്യം എടുത്തു പറയണം. ഈ സീസൺ അദ്ദേഹം ആരംഭിക്കുന്നത് യാൻ ഒബ്ലക്കിൻ്റെ ബാക്കപ്പായിട്ട് മാത്രമാണ്. പക്ഷേ കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം മുതലെടുത്തു. പിന്നെ ഒരു മിന്നും പ്രകടനത്തിൻ്റെ തുടർക്കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഫസ്റ്റ് ലെഗിൽ അദ്ദേഹം 7 സേവുകളാണ് നടത്തിയത്. സെക്കൻഡ് ലെഗിൽ അദ്ദേഹം നടത്തിയത് വീണ്ടും 7 സേവുകൾ. അതിൽ നോക്കുക, 8 ഡൈവിങ് സേവുകളാണ് രണ്ട് ലെഗിലുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സോ മിന്നും പ്രകടനം. ആകെ 2 ഗോളുകളാണ് ഈ 180 മിനിറ്റ് കൊണ്ട് അദ്ദേഹം കൺസീഡ് ചെയ്തത്. അൺറിയൽ പെർഫോമൻസ് ആണ് യുവാൻ മുസ്സോയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ മുസ്സോയുടെ പ്രകടനം ഈ ഒരു കളിയിൽ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം 2 ഗോളുകൾ അദ്ദേഹം കൺസീഡ് ചെയ്തു, ശരിയാണ്. പക്ഷേ 7 സേവുകൾ, 5 സേവുകൾ നടത്തിയത് ഇൻസൈഡ് ദി ബോക്സിൽ നിന്നാണ്. 0.97 ഗോൾസ് പ്രിവെൻറ്റഡ്. 88% ഷോട്ടുകളും അദ്ദേഹത്തിൻ്റെ നേരെ വന്ന 88% ഷോട്ടുകളും അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഫാ സ്കോർ അദ്ദേഹത്തിന് കൊടുത്ത റേറ്റിംഗ് 9.2 യെസ്, ഈ കളിയിൽ ബാഴ്സലോണയുടെ വിജയം നിഷേധിച്ചതിൽ അർജന്റീനക്കാരൻ യുവാൻ മുസ്സോക്ക് വലിയ പങ്കുണ്ട്. ഹൻസി ഫ്ലിക്ക് കളിക്ക് ശേഷം പറഞ്ഞു, ആദ്യ പാദത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റണമായിരുന്നു. ഇവിടെ എവേ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്, പക്ഷേ സ്വന്തം മൈതാനത്ത് അതിന് സാധിച്ചില്ല എന്നുള്ളിടത്താണ് ഞങ്ങൾക്ക് പണി പാളിയിരിക്കുന്നത് എന്ന്. അതിൻ്റെ ഒരു കാരണക്കാരൻ യുവാൻ മുസ്സോ കൂടിയാണ്. മാത്രമല്ല, മുസ്സോ വേൾഡ് കപ്പിൽ ആ ഒരു സ്പോട്ടിനായിട്ടുള്ള കണ്ടൻഷനിലാണ്. പക്ഷേ എമി മാർട്ടിനസ് ഉണ്ടാകുമ്പോൾ അർജന്റീന യുവാൻ മുസ്സോയെ ഗോൾ കീപ്പറാക്കി നിർത്തുമോ എന്നുള്ളത് കണ്ടറിയണം. എങ്കിലും അർജന്റീനയ്ക്ക് ആശ്വസിക്കാം, എമിക്ക് ഒരു മികച്ച ബാക്കപ്പിനെ ലഭിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.